ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 13 വിശുദ്ധ മാർട്ടിൻ മാർപ്പാപ്പയുടെ തിരുനാൾ. ടാസ്കനിൽ ജനിച്ച മാർട്ടിൻ 649 പേപ്പൽ സിംഹാസനാരോഹണം ചെയ്തത്. ക്രിസ്തുവിന് മാനുഷിക മനസ്സില്ലെന്നുള്ള ഒരു തത്വം പാത്രിയാർക്കീസും ചക്രവർത്തിയും സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ മാർട്ടിൻ പാപ്പ ലാറ്ററനിൽ ഒരു സൂനകദോസ് വിളിച്ചുകൂട്ടി. പാത്രിയാർക്കീസ് ബെർജിയൂസിനെയും ചക്രവർത്തി കോൺസ്റ്റൻസ് ദ്വിതീയനെയും ശപിച്ചു. ഇതിന് കാരണമായി 653 മാർപ്പാപ്പയെ നാക്സോണിലേക്ക് നാടുകടത്തി. ഒരു വർഷം കഴിഞ്ഞ് പേരിന് ഒരു വിചാരണ നടത്തി. മാർപ്പാപ്പയെ വധിക്കാൻ തീരുമാനിച്ചു. ജയിലിലടച്ചു. ചെർസോണിസ് ജയിലിൽ വെച്ച് പട്ടിണി കിടന്ന് മാർപ്പാപ്പ മരിച്ചു. ഓർത്തഡോക്സ് സഭയുടെ കാനോന നമസ്കാരത്തിൽ മാർട്ടിനെ ഇപ്രകാരം പ്രകീർത്തിക്കുന്നു: ഓർത്തഡോക്സ് വിശ്വാസം നിർവചിച്ചവനെ, ദിവ്യ സത്യങ്ങളുടെ കാവൽക്കാരനെ, അബദ്ധത്താൽ മലിനമാകാത്തവനെ, പാഷാണ്ഡതയെ ശാസിക്കുന്ന സത്യവാനെ, മെത്രാന്മാരുടെ അടിസ്ഥാനമേ, ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ സ്തംഭമേ, മതാധ്യാപകനെ, പത്രോസിന്റെ സിംഹാസനത്തെ അങ്ങ് അലങ്കരിക്കുന്നു. ഈ ദിവ്യമായ ശിലയിൽ നിന്നുകൊണ്ട് തിരുസഭയെ അങ്ങ് അചഞ്ചലമായി കാത്തുസൂക്ഷിച്ചു. ഇപ്പോൾ ഇതാ പത്രോസിനോടുകൂടെ അങ്ങ് മഹത്വീകൃതനായിരിക്കുന്നു. വിശുദ്ധ മാർട്ടിനെ ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.